വാർത്താസമ്മേളനത്തിൽ എത്താൻ വൈകിയതിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ പരസ്യമായി നീരസം പ്രകടിപ്പിച്ച KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ നടപടിയാണ് ഇന്ന് സംഭവിച്ച വളരെ പ്രധാനപ്പെട്ട വാർത്തയായി മാറിയത്. സമരാഗ്നി വാർത്താസമ്മേളന വേദിയിലെ കെ സുധാകരന്റെ പദപ്രയോഗത്തിൽ ഹൈക്കമാൻഡിനോട് വി ഡി സതീശൻ പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞു. KC വേണുഗോപാൽ ഇടപെട്ടാണ് വി ഡി സതീശനെ അനുനയിപ്പിച്ചത്. പരാമർശം വിവാദമായതോടെ സതീശനും താനും ജ്യേഷ്ഠാനുജന്മാർ എന്ന ന്യായീകരണവുമായി കെ സുധാകരൻ പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുന്നത് നമ്മൾ കണ്ടു. ഇന്ന് നടന്ന സംഭവ വികാസങ്ങളിലേക്കാണ് ആദ്യം നമ്മൾ പോകുന്നത്. റിപ്പോർട്ടിലേക്ക്. സമരാഗ്നി പരിപാടിയുമായി ബന്ധപ്പെട്ട പതിവ് വാർത്താ സമ്മേളനത്തിൽ 20 മിനിറ്റോളം വി ഡി സതീശനെ കാത്തുമുഷിഞ്ഞപ്പോഴായിരുന്നു കെ സുധാകരന്റെ അസഭ്യ പ്രയോഗം. സുധാകരൻ കൂടുതൽ പറയും മുമ്പേ മൈക്ക് ഓണാണെന്ന് നേതാക്കളുടെ ഓർമ്മപ്പെടുത്തൽ. സംഭവം വിവാദമായതോടെ നേതാക്കൾക്കും പ്രവർത്തകർക്കുമിടയിൽ അടക്കിപ്പിടിച്ച വർത്തമാനങ്ങളായി മാറി. സാമൂഹ്യ മാധ്യമങ്ങൾ കൂടി ഏറ്റുപിടിച്ചതോടെ വി ഡി സതീശൻ KC വേണുഗോപാലിനെ രാജിസന്നദ്ധത അറിയിച്ചു. തെരഞ്ഞെടുപ്പ് അടുത്തതിനാൽ പ്രശ്നം വേണ്ടെന്നും വിഷയത്തിൽ ഇടപെടാമെന്നും KC വേണുഗോപാൽ ആശ്വസിപ്പിച്ചു. ഒരുമിച്ച് മാധ്യമങ്ങളെ കണ്ട് പ്രശ്നങ്ങളില്ലെന്ന് പറയണമെന്ന ആവശ്യം സതീശൻ അംഗീകരിച്ചില്ല. തുടർന്ന് കെ സുധാകരൻ ഒറ്റയ്ക്ക് മാധ്യമങ്ങളെ കണ്ടു. നിങ്ങൾ ഇങ്ങനെയൊരു പ്രചരണം കൊടുക്കുന്നത് ഒരിക്കലും ശരിയല്ല, യാഥാർത്ഥ്യമായിട്ട് നിരക്കാത്തതാണ്. സതീശനും ഞാനും തമ്മിൽ ജ്യേഷ്ഠാനുജന്മാരെ പോലെ തന്നെയാണ് ഇപ്പോൾ കുറേയായിട്ട്. ഇത്രയും ദിവസം നമ്മൾ ഒരുമിച്ചല്ലേ. എന്നോടൊപ്പം ഒരുപക്ഷെ എന്നേക്കാളേറെ ഈ സമര ജാഥക്ക് അദ്ദേഹമാണ് മുൻകൈയെടുത്തതും അദ്ദേഹമാണ് ഓടിയതും അദ്ദേഹമാണ് ചെയ്തതൊക്കെ. അല്പം കഴിഞ്ഞ് മാധ്യമങ്ങളെ കണ്ട പ്രതിപക്ഷ നേതാവ് ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന മട്ടിൽ പ്രതികരിച്ചു. പുള്ളി ചെന്നിരുന്നിട്ട് 10 മിനിറ്റായി, എന്നിട്ട് ഞാൻ എത്തിയിട്ടില്ല. അപ്പോൾ അദ്ദേഹം അതിന് മുമ്പ് കയറി, ഞാനിപ്പോൾ എത്തിയെന്ന് വിചാരിച്ചിട്ട് എത്തി കയറി ഇരുന്ന് കഴിഞ്ഞാൽ അസ്വസ്ഥത വരില്ലേ ആളെ കാണാതെ. അപ്പോൾ ഇവൻ എവിടെ പോയി കിടക്കുമെന്ന് ചോദിച്ചു. അത് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് എന്നോടുണ്ട്. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവെന്ന് എല്ലാവരും വിളിക്കുമ്പോൾ KPCC അധ്യക്ഷൻ എന്താണ് വിളിക്കുന്നതെന്ന് എല്ലാവരും കേട്ടെന്ന പരിഹാസമായിരുന്നു മന്ത്രി P രാജീവ് നടത്തിയത്. ഞങ്ങൾ അദ്ദേഹത്തെ നിയമസഭയിൽ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവെന്ന് മാത്രമേ വിളിക്കാറുള്ളൂ. ആ ഒരു പാർട്ടി എത്തിച്ചേർന്നൊരു അവസ്ഥകൾ നോക്കിയാൽ മതി. അവരുടെ നിങ്ങളുടെ തന്നെ അഭിമുഖത്തിൽ കണ്ടല്ലോ, രണ്ടുപേരും ഒന്നിച്ചുള്ള ഐക്യത്തിന്റെ മഹനീയതയൊക്കെ നിങ്ങൾ പല ഇന്റർവ്യൂയിലൂടെ വളരെ അവതരിപ്പിക്കുന്നത് കണ്ടു. കാര്യങ്ങൾ വളരെ ലളിതമാണെന്നാണ് പുറത്തു കാണിക്കുന്ന ഭാവം. എന്നാൽ ഇരുവർക്കുമിടയിൽ അടക്കിപ്പിടിച്ച ഈഗോ ശക്തമാണെന്ന് വേദികളിലെ ശരീരഭാഷയിൽ വ്യക്തമാണ്. കോട്ടയത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് അധിക ദൂരമില്ലെന്ന് ഇരുവർക്കുമിടയിലെ ആവർത്തന തർക്കം വിളിച്ചു പറയുന്നുണ്ട്. ആലപ്പുഴയിൽ നിന്നും മനീഷ് മഹിവാൽ, 24. ഇതാദ്യമായല്ല KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള ഭിന്നത മറനീക്കി പുറത്തുവരുന്നത്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ മൈക്കിന് വേണ്ടി ഇരു നേതാക്കളും കൊമ്പ് കോർത്തത് പ്രേക്ഷകർ മറന്നു കാണില്ല. മുന്നണിയിൽ ഐക്യമില്ലേ എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരുകയാണ്. കാണാം അക്കാര്യത്തിൽ പ്രേക്ഷകർക്ക് ജനങ്ങൾക്ക് പറയാനുള്ളത്. പൊതുദിനത്തെ കുറെ കാലമായി കഴുതകളാക്കുന്നു, ഇനിയും കഴുതകളാക്കണോ എന്നാണ് നമ്മളൊരു ചോദ്യം. അവരുടെ മുന്നിൽ നമ്മളാരില്ല. ഇനിയും വളർന്നു വരുന്ന ആ കുട്ടികളെ കൂടി പൊതുജനത്തെ കഴുതകളാക്കണമെന്ന്. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായിട്ട് അവസാനിക്കുകയുള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. മുന്നണി ഒരു തരത്തിലും ബാധിക്കില്ല. അല്ല, അതങ്ങനെ ഇതിപ്പോൾ എന്തോ ചെറിയ ഒരു പെട്ടെന്നുണ്ടായ വികാരത്തിന് എന്തോ സമയം നഷ്ടപ്പെട്ടിട്ടുള്ള എന്തോ പ്രശ്നങ്ങളായിരിക്കാം ഞാൻ മനസ്സിലാക്കുന്നത്. ഇതുപോലെ പ്രശ്നങ്ങൾ പലതും ഉണ്ടായി. പത്രക്കാർ ഇതിന് വലിയ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടും പിറ്റേന്ന് അതെല്ലാം സോൾവ് ചെയ്ത് പോലും യാത്ര തുടരുകയല്ലേ. ഒരു തമ്മിൽ തന്നെ തീരുമാനമായിട്ട് അതങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളതാണ്. വേറെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. തെരഞ്ഞെടുപ്പ് അടുത്ത സമയം അതിനെക്കൊണ്ട് തീർച്ചയായിട്ടും ഉണ്ടാവില്ല. നേതാക്കളെ അപ്പോഴുള്ള അതിന് പറഞ്ഞതായിരിക്കും, വികാരം ആ സമയത്ത് പറഞ്ഞതായിരിക്കും. ഇത് കോൺഗ്രസ് അല്ലേ, അടിപൊളിയൊക്കെ ഉണ്ടാവും. ഈ എലക്ഷൻ കോൺഗ്രസ് ചെയ്ത് നല്ല കോൺഗ്രസ് ഇല്ലാണ്ടായിരിക്കും കിട്ടുക. ഇന്നും ഉണ്ടാക്കാൻ കളിക്കാണ്ടോ കൂടി എല്ലാ കോൺഗ്രസ് ഇല്ലാണ്ടാവും. ഇപ്പോൾ കൊല്ലത്തിൽ പോയാൽ പ്രത്യേകിച്ച് ഇലക്ഷനെ എൻ്റെ പേരിൽ കളി കളിച്ചാൽ ഇത്ര കാലമായി കളി കളിക്കുന്നത് കോൺഗ്രസ് സാധനം നശിപ്പിക്കാറ് ഇവരുണ്ടാവും കൂടി. നല്ലൊരു സംഘടന ഇതിനൊക്കെ ഇവരുണ്ടാവും. നേരെ കോൺഗ്രസ് ഇല്ലാണ്ടാവും. അത് മുന്നണിയെയും പാർട്ടിനെ നന്നായി ബാധിക്കും. കാരണം എന്ന് വെച്ചാൽ ഈ കോൺഗ്രസിനെ നശിപ്പിക്കാനായിട്ട് ഇറങ്ങിയ ഒരു KPCC പ്രസിഡന്റാണ് ഈ സതീശനും ഈ സുധാകരനും. ഒരു ഉത്തരവാദിത്തമില്ലാത്തൊരു നേതാക്കന്മാർ. അവർക്കൊന്നും അറിയില്ല പാർട്ടിനെ എങ്ങനെ നയിക്കണം, പാർട്ടിനെ എങ്ങനെ കൊണ്ടുപോകണം എന്നൊന്നും. അവർ നശിച്ചുകൊണ്ടിരിക്കുകയാണ്, ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് UDF. ശരിയല്ലെന്നാണ് തോന്നുന്നത്. അത്ര നല്ല അഭിപ്രായമല്ല. സതീശൻ പോരാ, സുധാകരൻ പറയണ ശരി. തെറിയല്ല, അത്
മീറ്റിങ്ങിന് വരാൻ നേരത്ത് സമയത്തിന് വന്നില്ലെങ്കിൽ ഉള്ള ആ ഒരു ഫീലിംഗ് ആണ് അദ്ദേഹത്തിന്. അതുപോലെ അവർ മുമ്പേ ഒരു പ്രശ്നങ്ങളുണ്ടല്ലോ മൈക്കിൻ്റെ. ഒന്നാമത് അവർ പറഞ്ഞ ലോകം മൊത്തം കേട്ടു. അപ്പം ഒരു മൈക്കിന് മുന്നിൽ, മാധ്യമങ്ങളുടെ മുന്നിൽ, ക്യാമറയ്ക്ക് മുന്നിൽ ഇങ്ങനെയാണെങ്കിൽ അവരുടെ യോഗത്തിനകത്ത് എന്തൊക്കെയാണ് സംസാരിക്കുന്നതെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. രണ്ടാമത് വീണ്ടും മനുഷ്യനെയും മാധ്യമങ്ങളെയും പൊട്ടനാക്കിക്കൊണ്ട് പറയുന്നു ഞാൻ അങ്ങനെ പറയുന്നില്ല എന്നുള്ളത്. മുന്നിൽ ഐക്യം പോയിട്ട് വർഷങ്ങളായി, അതിൻ്റെ ഭാഗമായിട്ട് കരുതിയാൽ മതി. അങ്ങനെ അവർ രാജിവെക്കേണ്ട കാര്യമില്ലല്ലോ. സുധാകരന് പ്രശ്നമുണ്ടെങ്കിൽ സതീശൻ രാജിവെക്കേണ്ട കാര്യമില്ലല്ലോ. ഒരിക്കലും അല്ല, നഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ. ഒരാളില്ലെങ്കിൽ അടുത്ത ആൾക്കാരും വന്നുകൊണ്ടിരിക്കുകയില്ലേ. അതുകൊണ്ട് അത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. മുമ്പേയും ഉള്ള പ്രശ്നങ്ങൾ തന്നെ ഇത് കുഴപ്പമില്ല. ഇത് അത് കോൺഗ്രസിനകത്തുള്ള പടലപ്പണക്കമല്ലേ പുറത്തു വന്നു. നമ്മൾ ഇതിലെന്താ പറയണ്ടേ? അത് ശരിയാണ്, കറക്റ്റാണ്. ഇത് യഥാർത്ഥത്തിൽ ഒരു സമരാഗ്നി, ഒരു തെറിയാഗ്നിയായി മാറിയ ഒരു സാഹചര്യമാണ്. അപ്പോൾ ആ പാർട്ടി ഐക്യമുന്നണി എന്ന് പറയുന്നത് ഐക്യമില്ലാത്ത മുന്നണിയായി മാറിക്കഴിഞ്ഞിരിക്കും, എല്ലാവർക്കും അറിയാം. അതാണ് ആ വിഷയത്തിൽ ജനങ്ങളുടെ പ്രതികരണങ്ങൾ. കമൻറ്റ് ബോക്സിലേക്ക് പോവുകയാണെങ്കിലും ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രതികരണങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മുന്നിൽ നിൽക്കെ നേതാക്കൾ എന്താണ് ഇങ്ങനെ എന്ന് ചോദിക്കുന്നവരാണ് ഒട്ടുമിക്ക ആളുകളും. ഒരുപാട് പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ട്. കോൺഗ്രസിനെ പരിഹസിച്ചുകൊണ്ടുള്ള, നേതാക്കളെ പരിഹസിച്ചുകൊണ്ടുള്ള കമൻറ്റുകൾ ഒരുപാട് കാണാൻ കഴിയുന്നുണ്ട്. ഐക്യജനാധിപത്യ മുന്നണി എന്ന വാക്കിൻ്റെ അർത്ഥം മറന്നുപോയിരിക്കുന്നു നേതാക്കൾ എന്ന വിമർശനം കുഞ്ഞി മുഹമ്മദിനെ പോലുള്ള പ്രേക്ഷകർ ഉയർത്തുന്നുണ്ട്. കോൺഗ്രസിൽ വീണ്ടും തമ്മിൽ തല്ല് എന്ന് പ്രേമനെ പോലുള്ള ആളുകൾ പറയുന്നു. അങ്ങനെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രതികരണങ്ങളുണ്ട്.